ഹലോ, പിന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുപ്പി വീടിനെ കുറിച്ചാണ്. അപ്പോൾ എൻ്റെ അനിയൻ്റെ ആനുവൽ ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ ടോക്കറ്റ് സ്കൂളിൽ പോയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വെച്ചായിരുന്നു ഈ ഒരു പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കണ്ടൊരു കുപ്പി വീടാണ് ഇത് കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക് കുപ്പി യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു കുപ്പിയാണ്. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു കുപ്പി വീട് ഇഷ്ടമായി. എൻ്റെ സ്കൂളിലായാലും കുറേ പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ളത് റീയൂസ് ചെയ്യണം, പ്ലാസ്റ്റിക് സംഭവങ്ങളൊന്നും കളയാൻ പാടില്ല, കുപ്പികൾ കളയാൻ പാടില്ല. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. എല്ലാ സാധനവും ഞങ്ങളിപ്പോൾ എത്ര പഴയ സാധനമാണെങ്കിലും ഞങ്ങളത് റീയൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ ഉള്ളിലൊക്കെ ചെടികളാട്ടോ, മറ്റേ തേങ്ങയുടെ ആ ഒരു സംഭവത്തിലുള്ള ചെടികളും ഉള്ളിൽ ചട്ടിയിലുള്ള ചെടികളും അങ്ങനെ ഉള്ളിലൊക്കെ നമുക്ക് കയറാനും പറ്റും, ജസ്റ്റ് നോക്കാനൊക്കെ. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡ് ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ് ഫുള്ള് കുപ്പിയാണ്. ഫ്രണ്ട് സൈഡ് ഒരു കുഞ്ഞൊരു ഏരിയ ഉണ്ട്. പിന്നെ അവിടെ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ, നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയതായിട്ട്. ഇത് ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഇത് എങ്ങനെ ഉണ്ടാക്കിയതാണ് ആദ്യം തന്നെ എൻ്റെ മൈൻഡിൽ വന്നത്. പിന്നെ ഞാൻ കുറേ നേരം അതിനെ ചുറ്റിപ്പറ്റിയൊക്കെ നടന്നു കേട്ടോ. ബാക്കിലും നോക്കി, ഫ്രണ്ടിലും നോക്കി, സൈഡിലും എല്ലായിടത്തും നോക്കി ഇത് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ളൊരു ഇത്രയും വലുതൊന്നുമല്ല, ഒരാൾക്ക് കയറി നിൽക്കാൻ പറ്റുന്നതൊന്നുമല്ല, ഒരു കുറച്ച് കുപ്പികളൊക്കെ വെച്ച് ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയാൽ ഞാൻ അതെന്തായാലും വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. എല്ലാവർക്കും ലീവ് ആയതുകൊണ്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നിയത് അവരുടെ സ്കൂളിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു സംഭവം ചെയ്തതെന്നാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു നല്ലൊരു മാതൃകയാണ്. അപ്പം നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെയുള്ള ടൈപ്പ് കുപ്പി വീടോ കുപ്പി കൊണ്ട് ഉണ്ടാക്കി എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെക്കും എല്ലാവർക്കും ബൈ.